ഹായ്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് പല വ്യക്തികളോടും ദേഷ്യം തോന്നാറുണ്ട്. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് പലവരോടും ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ ഒരു ദിവസം അവസാനിക്കുന്നത് വരെയുള്ള പല സാഹചര്യങ്ങളിൽ പല ആളുകളെയും നമ്മൾ ഉള്ളിൽ നിന്ന് ശപിക്കാറുണ്ട്. ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മളിലെ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ചിന്തകൾ അല്ല നമ്മൾ പല കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ ലഭിക്കാത്തതിൻ്റെ കാര്യം പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയാത്തുള്ളൂ. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു മാറ്റർ തന്നെ നമുക്ക് എടുക്കാം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ആ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കാര്യത്തെ വേണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. ആ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള തോട്ട് ചിന്ത തന്നെയാണ്. ആ ചിന്തയെ നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ വൈബ്രേഷൻ അവിടെ നിന്ന് മാറ്റണം. അതിനുള്ളിൽ നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള മോശമായ ചിന്ത അല്ലെങ്കിൽ ആ വ്യക്തിയുള്ള വെറുപ്പോ ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. സത്യത്തിൽ ആ വ്യക്തി ചുമക്കേണ്ട നെഗറ്റീവ് എനർജി നമ്മളാ ചുമക്കുന്നത്. ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തകൾ കൊണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാം, നമ്മൾ ആ വ്യക്തിയോട് നന്ദി പറയാം, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു കാര്യം ഉണ്ടായത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളില് നമുക്ക് നെഗറ്റീവായിട്ട് പറഞ്ഞു നമുക്ക് പോസിറ്റീവായി പറഞ്ഞു ഈ പ്രപഞ്ചത്തോട് നമുക്ക് ജന്മ അമ്മ അച്ഛന് എന്നിവരോട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായ സിറ്റുവേഷനിലൂടെ നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് നല്ലതും ചീത്തയും എല്ലാ രീതിയിലും ഉള്ള എല്ലാ വ്യക്തികളോടും നമുക്ക് നന്ദി പറയാം. മനസ്സിനുള്ളിൻ്റെ ഉള്ളില് നന്ദി പറയുക, അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ഇത്ര നേരം കിടന്നിരുന്ന നെഗറ്റീവ് എനർജി ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഡെയിലി ഈവനിങ് നമ്മളത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വൈബ്രേഷൻ ലെവൽ, നമ്മുടെ ചക്രാസ്, ടോട്ടലുള്ള നമ്മുടെ എനർജി ലെവൽ, ചുറ്റുള്ള എനർജി ലെവലെല്ലാം പോസിറ്റീവായി മാറുകയും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു 7 ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുപാട് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മാസം ശീലിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു 3 month ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ പലത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരാളോട് നന്ദി പറയുക എന്നുള്ളത്. മനസ്സിനുള്ളിലുള്ള ദേഷ്യമുള്ള വ്യക്തികളായിക്കോട്ടെ, വെറുപ്പുള്ള വ്യക്തികളായിക്കോട്ടെ, ആരോട് വേണമെങ്കിലും നമുക്കത് ഉള്ളിൽ നിന്ന് അത് നന്ദി പറയുമ്പോൾ കിട്ടുന്ന എനർജി ലെവല്, പോസിറ്റീവ് എനർജി ലെവല് നമ്മുടെ ലൈഫിൽ ടോട്ടലി ചേഞ്ച് ചെയ്യും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 7 days എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഓക്കെ, ബൈ.